നമ്മുടെ പിള്ളേരുടെ കുളി തുടങ്ങിയതേ മുങ്ങിക്കോ പൊങ്ങിക്കോ അതെല്ലാം പൊങ്ങി. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? അടിപൊളി. മൂന്നാർ പോയിട്ട് നമുക്ക് ഈ ഉരുളൻതണ്ണി മാമലക്കണ്ടം വഴി വരികയാണെങ്കിൽ നമുക്ക് ഈ പൂഴംകുട്ടി ഇവിടെ വന്ന് നമുക്ക് കുളിച്ച് അടിച്ച് പൊളിച്ച് പോവാം. ഓക്കെ. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് എത്തിയതാണ്. അപ്പോൾ മൂന്നാറിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്നും കാന്തല്ലൂർ ചെന്ന് അവിടെ നമ്മൾ 1 ദിവസം നമ്മൾ താമസിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിപ്പോൾ പൂഴംകുട്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പൂഴംകുട്ടി നമ്മൾ അടിമാലി ചെന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്നും മാമലക്കണ്ടം ഉരുളൻതണ്ണി വഴിയാണ് നമ്മൾ പൂഴംകുട്ടിയിലോട്ട് നമ്മൾ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ പൂഴംകുട്ടി എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ അതുപോലെ തന്നെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് പൂഴംകുട്ടി. കോതമംഗലത്ത് നിന്ന് ഏകദേശം 27 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നമ്മൾ പൂഴംകുട്ടിയിൽ എത്തിച്ചേരാൻ. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ പുലിമുരുക എന്ന സിനിമ പുറത്തിറങ്ങിയ ശേഷം ജനപ്രിയമായൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൂഴംകുട്ടി. സാവധാനത്തിലൊഴുകുന്ന അരുവിയിൽ തീർച്ചയായിട്ടും നമുക്ക് കുളിക്കാം. അതുപോലെ തന്നെ പുള്ളിപ്പുലികൾ, മക്കാക്കുകൾ, പുള്ളിമാൻ, കാട്ടുപന്നി, ധാരാളം മുളകൾ എന്നിവ ഈ കാടിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. അതുകൂടാതെ തന്നെ ഒരു പ്രധാന ആനകുടിയേറ്റ മാർഗം കൂടിയാണ് ഈ പൂഴംകുട്ടി. പൂഴംകുട്ടിയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ ഒരു കൂട്ടം ആദിവാസി ജനത കാടിനകത്ത് കാട്ടാനകളുമായി പൂർണ്ണമായും യോജിക്കുന്നു എന്നതുകൂടിയാണ്. മഴക്കാലം ഒഴികെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൂഴംകുട്ടി സന്ദർശിക്കാം. കാരണം ഈ പട്ടണത്തെയും അതുപോലെ തന്നെ വനത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് ഈ നദി പാത അങ്ങ് മറക്കും. അപ്പോൾ ആയതിനാൽ മഴക്കാലത്ത് ഈ സ്ഥലം സന്ദർശിക്കാത്തതാണ് നല്ലത്. മനോഹരമായ മലനിരകളും മറഞ്ഞിരിക്കുന്ന വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ സമ്പന്നമായ വന്യജീവികളും പൂഴംകുട്ടിയെ തീർച്ചയായിട്ടും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാറൊക്കെ നമ്മൾ പോയതിന് ശേഷം നമ്മൾ ഈ മാമലക്കണ്ടം അതുപോലെ തന്നെ ഉരുളൻതണ്ണി വഴി വരുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അതുപോലെ തന്നെ ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഈ യാത്രയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ യാത്ര ചെയ്യുന്നത് കാട്ടിലൂടെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് മൃഗങ്ങളെ കാണുവാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമ്മളതുപോലെ തന്നെ കാട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ നിന്നവർ പറഞ്ഞത് ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയമുണ്ടാകും. കാരണം വേറെ ഒന്നുമല്ല, ചെറിയ റോഡാണ്. നമുക്ക് എതിരെ ഒരു വണ്ടി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ സൈഡ് ഒതുക്കിയ ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. വനപാത ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് പരിമിതികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര കഴിവതും ഒഴിവാക്കിക്കൊണ്ട് തന്നെ പകൽ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ നമുക്ക് ഈ കാട്ടിലൂടെയുള്ള യാത്ര നമുക്ക് സമ്മാനിച്ചൊരു പ്രത്യേക ഫീല് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യണം. അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മൾ പൂഴംകുട്ടിയിൽ എത്താറായി. അപ്പോൾ അതേ നമ്മൾ പൂഴംകുട്ടിയിലെത്തി. വെള്ളമൊക്കെ കുറവാണ്, കുഴപ്പമില്ല. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ കുളിക്കുന്നുണ്ട്, ചെറിയ ഒഴുക്കൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് കുളിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായിട്ടൊരു കുളിക്കടവിലോട്ട് പോകാം. ഓക്കെ. പിള്ളേരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ട അടിപൊളിയാണ് കേട്ടോ. അവിടെ വെള്ളത്തിന് തണുപ്പുണ്ടോ വെള്ളത്തിന്? അടിപൊളിയാണ്, അടിപൊളിയെന്ന് പറഞ്ഞ കേട്ടോ, അടിപൊളി. ഓക്കെ. 1.5 മിനിറ്റ് മുങ്ങിക്കിടക്കെന്ന് പറഞ്ഞ നേരത്തെ മുങ്ങിക്കിടക്കാൻ പോണ്ടേ. നോക്കാം, മുങ്ങിക്കിടക്കാം. 1.5 മിനിറ്റ് മുങ്ങിക്കിടക്കെന്ന് പറഞ്ഞ കേട്ടോ. അതെ കണ്ടോ, മറ്റാലോ മുങ്ങിക്കിടക്കാൻ കേട്ടാ അല്ലേ. എന്നെ പിടിച്ച് പോക്കണം. 1.5 മിനിറ്റ് നിൽക്കുന്നാണ് പറഞ്ഞത്. ഇപ്പൊ തമേ നോക്കട്ടെ. 1.5 ആയോ നീ? നോക്കട്ടെ അളിയാ നോക്കട്ടെ എത്രയെന്ന്. 35 സെക്കൻഡ് വേട്ടാ. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. കുളിക്കാൻ പറ്റുന്ന, നമുക്ക് കമ്പനിയായിട്ട് വന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അധികം ആഴമൊന്നുമില്ല, അടിപൊളിയാണ്, സൂപ്പർ മൂഡാണ്, എൻജോയ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി.